എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാംഗോ ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടിയിട്ട് 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാക്കാം. തിള വരാനായ ആ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽ ഇതേപോലെ നമുക്ക് പിരിഞ്ഞ് കിട്ടും. ഇനി ഇതൊരു തുണിയിലേക്കോ സ്ട്രെയിനറിലേക്കോ മാറ്റി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഒന്നും കൂടി നമുക്കിത് വെള്ളത്തിൽ കഴുകിയെടുക്കണം. വിനാഗിരിൻ്റെ പുളിയൊക്കെ ഉണ്ടാവും, അത് മാറിക്കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഒരുപാട് നേരമൊന്നും ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സിയിലേക്ക് ഒരു മാങ്ങയുടെ പൾപ്പ്, നമ്മൾ തയ്യാറാക്കി വെച്ച പനീർ, അതിലേക്ക് മധുരത്തിന് ആവശ്യമായ തേനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലതുപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ലെയർ ചെയ്യാം. ഏത് പാത്രത്തിലാണോ നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് മാങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മേരി ബിസ്ക്കറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാംഗോ പ്യൂരി അവിടെ ഇട്ട് കൊടുക്കാം. മാംഗോ പ്യൂരിക്ക് പകരം പീസ് എടുത്താലും മതി. നമുക്കിതിൻ്റെ സെക്കൻഡ് ലെയർ ചെയ്തെടുക്കാം. മാംഗോ മിക്സ്, ബിസ്ക്കറ്റ്, മാംഗോ പ്യൂരി അങ്ങനെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. നമ്മളിതിലേക്ക് ഷുഗറോ വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും ചേർക്കുന്നില്ല. പനീർ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. 8 മണിക്കൂറോ ഓവർനൈറ്റോ നമുക്കിത് ഫ്രീസ് ചെയ്യാവുന്നതാണ്. ഇതേ നമ്മുടെ ഐസ്ക്രീം ഇവിടെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചോ സ്കൂപ്പ് ചെയ്തോ എടുക്കാം. നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയുകയും കൂടാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. താങ്ക്